ഈ ഒരു ആംഗിളിൽ വരുന്ന രീതിയിൽ കോണായിട്ട് പോകുന്ന രീതിയിലാണ് ഈ ഒരു വർക്ക് ഏരിയ സെറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഗമനിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സൈഡ് ഹിഡൻ ആയിട്ടുള്ള ഒരു ഡോർ കൊടുത്തിട്ട് പെട്ടെന്ന് അത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം നമുക്ക് 65,000 രൂപയോളം പ്രൈസ് വരുന്നത്. പ്രൈസ് ഇത്രയും പൈസ ചിലവാക്കിയിട്ട് അടിയിൽ കുറച്ച് കാലം കഴിയുമ്പോൾ അത് സ്റ്റെക്ക് ആവുകയും സെൻറ്ററിൽ തന്നെ ഗ്ലാസ് ഒരു ഹോൾ അടിക്കുന്ന രീതി സെറ്റ് ആക്കി കൊടുക്കിയത് ഒരു അത്യാവശ്യം ഒരു 3,000 രൂപ ആവറേജ് റേറ്റ് വരുന്ന രീതിയിലുള്ള ഈ ഒരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. സോഫ എന്ന് പറഞ്ഞാൽ അവിടെ ഗ്രാനൈറ്റ് വെക്കുന്ന രീതിയിലുള്ള സോഫ അല്ല, റെക്സിൻ വെച്ചിട്ടില്ല. മുകളിൽ ഫാനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ സ്മോക്കൊക്കെ കളയാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും അത്രയും വലിയൊരു എക്സ്പെൻസ് ചിലവാക്കേണ്ട ആവശ്യമില്ല. പിന്നീട് വേണമെങ്കിൽ ചെയ്യാന്നുള്ള നിലക്ക് അങ്ങനെ ചെയ്തില്ല. അതുകൊണ്ട് കസ്റ്റം മെയ്ഡ് ചെയ്യാനുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഈസിനെസ്സിനും ഇതിന്റെ അകത്തേക്ക് കയറി വെക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തത്. വാളിൽ ടൈല് വെക്കാണ്ടാണ് ചെയ്തു പോകല്. ലൈഫ് ടൈം വാറണ്ടി നമ്മൾ കമ്പനി തന്നെ ഇഷ്യൂ ചെയ്യുന്ന ബോർഡ് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഹാൻഡിലിങ് ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. ശരിക്കും ഇങ്ങനെ അകത്ത് കയറിയിട്ട് സംഭവം എടുക്കാനും. ടെക്ഹാ വർക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഓൾവിൽ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. നമ്മളൊരു വർക്ക് ഏരിയയിൽ സെറ്റപ്പ് ചെയ്ത ഒരു റിച്ച് വർക്ക് ഏരിയ എന്ന് പറയാൻ പറ്റിയ ഒരു വർക്ക് ഏരിയൻ്റെ ഒരു സെറ്റപ്പ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അത് ഈ യൂസ് ചെയ്യാനുള്ള സൗകര്യം കൊണ്ടും ഈ ഒരു സെറ്റപ്പ് കൊണ്ടും റിച്ച് കേട്ടോ, അല്ലാണ്ട് വലിയ പൈസ എന്നുള്ളത് കൊണ്ടല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മളൊരു വെറൈറ്റി രീതിയിലാണ് ഇത് ചെയ്തെടുത്തത്. അപ്പോൾ ഇതിൻ്റെ വീട്ടിൻ്റെ പ്ലാൻ ഞാൻ ഇതിൽ കാണിക്കാം. ഇതിൽ ഈ ഒരു ആംഗിളിൽ വരുന്ന രീതിയിൽ കോണായിട്ട് പോകുന്ന രീതിയിലാണ് ഈ ഒരു വർക്ക് ഏരിയ സെറ്റാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ ഒരു കോർണർ നമ്മൾ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും വിസിബിൾ അല്ലാത്ത രീതി കിട്ടണം. കോർണറിൽ ബോറാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ രീതി ചെയ്തത്. പിന്നെ അത് മാത്രമല്ല ഇവിടെ ഒരു വർക്ക് ഏരിയ നമ്മുടെ സ്റ്റോർ റൂം പ്രത്യേകിച്ച് സെറ്റാക്കില്ല. അപ്പോൾ അതിനുള്ള സൗകര്യം കൂടി കണക്കിലെടുത്തിട്ട് നമ്മൾ ഇങ്ങനൊരു പ്ലാൻ സെറ്റാക്കിയുള്ളത്. അപ്പോൾ ഏതായാലും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കുക കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ വർക്ക് ഏരിയ വരുന്നത് നമ്മളൊരു കിച്ചണിലേക്ക് വന്ന് ഇവരുടെ ഒരു ഫ്രിഡ്ജ് വരുന്നുണ്ട്. ഫ്രിഡ്ജിൻ്റെ ഇതിലേക്ക് കൂടി നേരെ വീട്ടിൻ്റെ അകത്തേക്ക് കൂടി വരുന്നതാണെങ്കിൽ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടും. സാധാരണ നമ്മൾ വർക്ക് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നായിരിക്കും എക്സിറ്റ് ആവുമെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. എക്സിറ്റ് വരുന്നത് എൻട്രൻസിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു എക്സിറ്റ് വരുന്ന രീതിയിലാണ് സെറ്റാക്കിയുള്ളത്. ഇവിടെ ഒരു സ്റ്റീൽ ഡോർ വരുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഒരു ടോളി യൂണിറ്റിൻ്റെ ലുക്കിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതൊക്കെ പെയിൻറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. PU പെയിൻറ്റ് കംപ്ലീറ്റ് ഇവിടേക്ക് PU പെയിൻറ്റ് വരും, ഇവിടേക്ക് പുട്ടിയിട്ടിട്ട് പെയിൻറ്റ് വരും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഗമനിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സൈഡ് ഹിഡൻ ആയിട്ടുള്ളൊരു ഡോറ് കൊടുത്തിട്ട് മോപ്പ്, ചൂല്, അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ ഹൈഡ് ചെയ്യാനുള്ളൊരു സംവിധാനം, പിന്നെ വൈപ്പർ എല്ലാം വെക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ പുറത്ത് ഉപയോഗിക്കുന്ന മറ്റുള്ള ടൂൾസുകളൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു ശരിയൊരു ഹാങ്ങർ വെച്ചിട്ട് അതിലേക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടി പറ്റും. പിന്നെ ഒരുപാട് പുറത്ത് ഉപയോഗിക്കുന്ന ടൂളുകളൊക്കെ ഹൈഡാക്കിയിട്ട് വെക്കാൻ വേണ്ടി പറ്റും. പെട്ടെന്ന് അത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു മിനി ടോളി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ടോളി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ ചിലവാക്കുന്ന രീതിയിലുള്ളൊരു ടോളി യൂണിറ്റ് അല്ല. ഇതിലേക്ക് വരുന്ന സമയത്തേക്ക് നമ്മൾ വളരെ മിനിമലായിട്ട് ഒരു 30 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഡോറ് കൊടുത്തിട്ട് 1, 2, 3, 4, 5 തട്ട് കൊടുക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം സ്റ്റോറേജ് വെക്കാനും ഈ കോസ്റ്റ് നന്നായിട്ട് കട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, ഏകദേശം ഒരു നല്ല ബ്രാൻഡിൻ്റെ ഒരു ടോളി യൂണിറ്റിൻ്റെ ഈ ഒരു സെറ്റപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് ഏകദേശം 60,000 രൂപയോളുണ്ട്. നിങ്ങൾ പറയുമ്പോൾ അതിൽ വില കുറഞ്ഞൊക്കെ ഉണ്ട്. 19,000, 20,000, 18,000, 7,000 ഓൺലൈനിലൊക്കെ ഉണ്ട്. നല്ല കമ്പനിയുടേതാണ് പറയുന്നത് കേട്ടോ. എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ബ്രാൻഡ് വാങ്ങുന്നതാണെങ്കിൽ ഏകദേശം നമുക്ക് 65,000 രൂപയോളം പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയ പ്രൈസിൻ്റെ ഒരു സംഭവം വാങ്ങിയിട്ട് ഈ ഒരു അധികം അടച്ചിടുന്ന വീടുകളിൽ മിക്കവാറും പുറം രാജ്യങ്ങളിലൊക്കെ ഉള്ളവരായിരിക്കും, ചിലപ്പോൾ യൂസ് ചെയ്യാത്തവരായിരിക്കും, അല്ലെങ്കിൽ നാട്ടിൽ താമസിക്കാത്തവരായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൈസ് ഇത്രയും പൈസ ചിലവാക്കിയിട്ട് അടിയിൽ കുറച്ച് കാലം കഴിയുമ്പോൾ അത് സ്റ്റെക്ക് ആവുകയും പിന്നീട് അതിൻ്റെ വർക്കിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് ഇല്ലാണ്ടിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു നഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിതൊന്ന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് റിട്ടേൺ ഒന്നും കിട്ടാത്തൊരു സംഭവം നമ്മളിപ്പോൾ വീട്ടിനെ പറ്റി പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ സെറ്റാക്കി കൊടുത്തത്. പിന്നെ നമ്മളിവിടെ വുഡ് ആൻഡ് ഹോബിനുള്ള ഒരു സംവിധാനം വെച്ചിട്ടുണ്ട്. ഇതിൽ ഹോബ് മാത്രമേ വരുന്നുള്ളൂ, ഹുഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല. ഹുഡിന് പകരം നമ്മൾ ഇവിടെ ഒരു എക്സോസ്റ്റ് ഫാനാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഹോൾ അടിച്ച് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ തന്നെ ഗ്ലാസ് ഒരു ഹോൾ അടിക്കുന്ന രീതി സെറ്റാക്കി കൊടുക്കിയത് അത് എക്സോസ്റ്റ് ആക്കിയിട്ട് വലിച്ചെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ പ്ലാൻ ചെയ്തിട്ട് ആക്കിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ 3 ടാൻഡം ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് നമുക്ക് ഒരു സാധാരണ 4 ടാൻഡം ബോക്സ്, അതുപോലെ തന്നെ ഇവിടെയും അങ്ങനെ തന്നെ ഒരു ടാൻഡം ബോക്സ്. ഇതൊക്കെ ചെയ്തിട്ടുള്ളത് സ്ലിം ബോഡി കൊണ്ടാണ് കേട്ടോ. ടാൻഡം ബോക്സിൻ്റെ ഫുൾ സെറ്റ് സ്ലിം ബോഡി കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു അത്യാവശ്യം ഒരു 3,000 രൂപ ആവറേജ് റേറ്റ് വരുന്ന രീതിയിലുള്ള. അതുപോലെ തന്നെ ഏറ്റവും മുകളിലായിട്ട് ഒരു കട്ട്ലറി കൂടി കൊടുത്തിട്ടുണ്ട്, ഒരു PVC കട്ട്ലറി. അതും ടാൻഡം ബോക്സിൽ തന്നെ ചെയ്തിട്ടുള്ളത്. ടാൻഡം ബോക്സിലേക്ക് ഒരു PVC കട്ട്ലറി ഇങ്ങനെ കൊടുക്കുന്ന രീതിയിൽ. ഇവിടെ നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യണേ അത്യാവശ്യം നമുക്ക് സ്പൂണ്, കയ്യിൽ പോലത്തെ സംഭവങ്ങൾ അങ്ങനത്തെ ഒക്കെ അവിടെ ഹൈഡായിട്ട് അങ്ങ് പോയിക്കോളും. അതുപോലെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മളൊരു ഓയിൽ പുള്ളോട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. 8 ഇഞ്ച് ഓയിൽ പുള്ളോട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിലും അത്യാവശ്യം സ്റ്റോറേജ് കിട്ടും. ട്രിപ്പിൾ ഓയിൽ പുള്ളോട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 ഡോർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. 2 പുഷ് മാഗ്നറ്റ് കൊടുത്തതാണ്.
പുഷ് മാഗ്നറ്റ് അല്ല, പുഷ് ഓപ്പൺ ഡോർ. മാഗ്നറ്റ് അല്ല ഇപ്പോൾ വരുന്നത്. ജസ്റ്റ് ഇതിൽ ഈ ഒരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. GI ആണ് മെറ്റീരിയൽ വരുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പുഷ് ഓപ്പൺ ഡോർ ലോക്കാണ് വെച്ചിട്ടുള്ളത്. അതിൽ വേറെ കാര്യമായിട്ടൊന്നും കൊടുക്കുന്നില്ല. സിങ്ക് വേസ്റ്റ് പിന്നും അതുപോലെ തന്നെ ഒരു ഡിറ്റർജൻറ്റ് ഹോൾഡറും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് ആരും ചെയ്യാത്തൊരു സംഭവം, ഈ ഒരു കോർണർ ഹിഡനായി കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യം ഈ വീട്ടിൻ്റെ പ്ലാൻ സെറ്റാക്കിയെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് സിങ്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ സിങ്ക്, നേരെ ഇപ്പുറത്ത് തന്നെ ഒരു വുഡൻ ഹോബിൻ്റെ സെറ്റപ്പ്. ഇവിടെ ഒരു സോഫയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 45 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഇവിടെ ഒരു സോഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗ്രാനൈറ്റ് വെക്കുന്ന രീതിയിലുള്ള സോഫ, അല്ല റെക്സിൻ വെച്ചിട്ടില്ല. ഇവർക്ക് അത്യാവശ്യം പച്ചക്കറിയൊക്കെ അവിടെ തന്നെ ഇരുന്ന് അരിയാൻ പറ്റുന്ന സെറ്റപ്പാണ് നമ്മളിന്ന് ഡ്രോയിങ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ക്ലയൻറ്റുമായിട്ട് സംസാരിച്ച് ക്ലയൻറ്റിനൊരു ആഗ്രഹം ഈ ഒരു കോർണർ ഒന്ന് ഹൈഡാക്കി കിട്ടണം, പിന്നെ കുറച്ച് സ്റ്റോറേജും കൂടി ഉണ്ടാക്കി തരണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗം 83 സെൻറ്റിമീറ്ററിലെ സെറ്റാക്കിയുള്ളത്. ഒരു ഹൈറ്റ് പ്രകാരം അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി സൗകര്യത്തിന്. കാരണം നമ്മളിത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള വുഡൻ ഹോപ്പ് സിസ്റ്റം വെക്കുന്നതാണെങ്കിൽ അതിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഈ മുകളിൽ ഫാനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ സ്മോക്കൊക്കെ കളയാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും ഇവർ സാധാരണ നോർമലായി ഉപയോഗിക്കും. കാരണം 3-4 മാസം അല്ലെങ്കിൽ 2-3 മാസം മാക്സിമം ഇവിടെ നാട്ടിലുണ്ടാവും. ബാക്കിയുള്ള സമയത്തൊക്കെ പുറം രാജ്യത്തിലുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത്രയും വലിയൊരു എക്സ്പെൻസ് ചിലവാക്കേണ്ട ആവശ്യമില്ല. പിന്നീട് വേണമെങ്കിൽ ചെയ്യാന്നുള്ള നിലക്ക് അങ്ങനെ ചെയ്തില്ല. അതുകൊണ്ട് ഇത് മോഡലായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഹോബ് വരിക. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു പോട്ട് കൂടി വരുന്ന സമയത്തേക്ക് ഇളക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അവരെ ഹൈറ്റ് ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ വരുന്ന സമയത്തേക്ക് നമ്മൾ 90 ആയിരുന്നു മാർക്ക് ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെ സിങ്ക് വരുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞത് 90 വേണ്ട, കാരണം നമ്മൾ ഓൾറെഡി കിച്ചണിൽ 90 ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും 90 വേണ്ട, ഒന്ന് കുറച്ച് താഴ്ത്തിയിട്ട് ഒന്നുകൊണ്ട് ഒരു 6 സെൻറ്റിമീറ്റർ നമ്മൾ താഴ്ത്തിയിട്ട് നമ്മൾ ഏകദേശം ഒരു 85 5 സെൻറ്റിമീറ്റർ താഴ്ത്തിയിട്ട് 85-ലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. കാരണം സിംഗിലേക്ക് വരുമ്പോൾ നമ്മളിപ്പം 90 പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതായത് സിംഗിൾ തന്നെ പോയിട്ട് അത് കാണിച്ചാൽ, സിംഗിലേക്ക് വരുമ്പം നമ്മൾ സാധാരണ ഒരു സ്റ്റൗ വരുന്നതാണെങ്കിൽ നമ്മളതിന് മുകളിൽ പോട്ട് വരും, അപ്പോൾ ഇളക്കാൻ വേണ്ടി മുകളിലേക്കാണ് വരുന്നത്. പക്ഷേ സിങ്കിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ കൈ താഴോട്ടേക്ക് ഇട്ടിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരുപാട് താഴ്ന്നു കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമുക്കൊരു ഈസി ആയിട്ടുള്ളൊരു അളവാണെങ്കിൽ ഒരുപാട് താഴ്ന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിങ്ങനെ മണങ്ങിയിട്ട് ഈ ഒരു സംഭവം മണങ്ങിയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ എപ്പോഴും പെയിൻ ആയിരിക്കും. നമ്മളൊരു വീട് ചെയ്യുന്ന സമയത്തേക്ക് കസ്റ്റം മെയ്ഡ് ചെയ്യാനുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഈസിനെസ്സിനും ലൈഫിലൊരു ഈ സുഖത്തിനും വേണ്ടിയിട്ടാണ്. നമ്മളൊരു ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഈസിനെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതില്ലാണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ സിങ്കിന് വേണ്ടിയിട്ട് 85 ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ സിങ്കിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു പ്ലേറ്റ് ട്രേ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു പ്ലേറ്റും അത്യാവശ്യം ഈ സൈഡിലൊക്കെ വേണമെങ്കിൽ വലിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നീട്ടി വെക്കാനുള്ള ഒരു സംവിധാനം ഇന്ന് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. SS 304 തന്നെയാണ്, 15 വർഷത്തേക്ക് വാറണ്ടി ഉള്ളതാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വരുന്ന സമയത്തേക്കും ഒരു ടാൻഡം ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 4 ഇഞ്ച് ടാൻഡം ബോക്സ് കുറച്ച് താഴ്ത്തിയിട്ട് കൊടുത്തു. ഇതിലും അങ്ങനെ തന്നെ നേരത്തെ പറഞ്ഞത് മാറിപ്പോയി കേട്ടോ. ഞാൻ ഇവിടെ സിങ്ക് കൊടുക്കുന്നില്ല, ഇവിടെ ഓപ്പൺ ആയിട്ട് ഇടുക ചെയ്തേ. സിങ്കിൻ്റെ ഈ കേസിലാണ് നമ്മൾ ഒരു സിങ്ക് വേസ്റ്റ് ബിന്നും അതുപോലെ തന്നെ ഒരു ഡിറ്റർജൻറ്റ് ഹോൾഡർ ഇവിടെയാണ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു സ്ഥലത്തായിട്ട് വാഷിംഗ് മെഷീൻ്റെ അളവിൽ ഒരു ബോക്സ് അടിച്ച് വെച്ചിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ ഫ്രണ്ടിലോട് ഇതിൻ്റെ അകത്തേക്ക് കയറി വെക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വാട്ടർ കണക്ഷനും സിങ്കിൻ്റെ കണക്ഷനും ഒക്കെ, വേസ്റ്റ് വെള്ളത്തിൻ്റെ കണക്ഷനും അതുപോലെ തന്നെ ഇലക്ട്രിക്കിൻ്റെ കണക്ഷനൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്ന സമയത്തൊക്കെ ഇവിടെ ഒരു വോൺ ഡ്രസ്സിയും ഉണ്ട്, ഇങ്ങോട്ടേക്ക് പൊക്കുന്ന രീതിയിലുള്ളൊരു വോൺ ഡ്രസ്സിയും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് വെക്കാണ്ട്, അപ്പോൾ ഇവിടെ ടൈലും വെക്കാണ്ട്, അതുകൊണ്ട് ഇതിന് ഡോറ് പിടിപ്പിക്കാണ്ട് വെച്ചിട്ടുള്ളത്. നമ്മൾ പരമാവധി കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാളിൽ ടൈല് വെക്കാണ്ടാണ് ചെയ്ത് പോകല്, പിന്നീടാണ് ടൈൽ വെക്കല്. കാരണം ഇത് 100% വാട്ടർ പ്രൂഫാണ്, ടെർമൈറ്റ് പ്രൂഫാണ്, അതുപോലെ തന്നെ ഫയർ റിട്ടാർഡൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെറുതെ ടൈൽ വെച്ചിട്ട് ഇത്രയും ഏരിയ ടൈൽ വെച്ചിട്ട് വെറുതെ പൈസ കളയുന്നല്ല നല്ലത്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ടൈൽ വെക്കുക. അപ്പോൾ ഇതിന് ഈ ബോക്സിനൊരു സപ്പോർട്ടും കൂടിയാണ്. നമ്മൾ ഇവിടുന്ന് ടൈൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇവിടെ മുട്ടി വെക്കുമ്പോൾ ഇത്രയും പ്രൊജക്ഷൻ വരുമല്ലോ. അപ്പോൾ ഇതിനൊരു സപ്പോർട്ടും കൂടിയാണ്. വേറെ ഒന്നും ആവാനില്ല. 100% നമ്മൾ ലൈഫ് ടൈം വാറണ്ടി നമ്മൾ കമ്പനി തന്നെ ഇഷ്യൂ ചെയ്യുന്ന ബോർഡാണ്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വോൺ ഡ്രസ് യൂണിറ്റിനെ പറ്റി പറഞ്ഞാൽ, വോൺ ഡ്രസ് യൂണിറ്റ് നമ്മൾ 2 രീതിയിൽ ആക്സസ് ചെയ്യുന്ന രീതിയിലാക്കിയുള്ളത്. ഒന്ന് ഇതിലെ കൂടി ആക്സസ് ചെയ്യാം, ഒന്ന് ഈ ഡോറ് തുറന്നിട്ട് ഇതിലെ കൂടി ആക്സസ് ചെയ്യാം. അത് ഫുൾ അത്യാവശ്യം 2 രീതിയിൽ. ഇപ്പം ഉപയോഗിക്കാത്ത എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ ഹൈഡ് ചെയ്തിട്ട് വെക്കാനും അപ്പുറത്തുനിന്ന് ഡ്രസ്സ് ഉപയോഗിച്ചിട്ട് എടുക്കാനും പറ്റുന്ന രീതിയിൽ. പിന്നെ മുകളിൽ വരുന്ന സമയത്തേക്ക് വാളിലൊരു സാധാരണ 2-3 ഡോറ് എന്ന രീതിയിൽ ഈ ഒരു ഇതും കൂടി കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഹാൻഡിലിന് പകരം 1 ഇഞ്ച് താഴോട്ടേക്ക് ഇറക്കി വെക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടോട്ടൽ ലുക്ക് ഇങ്ങനെ സിംഗിളായിട്ടുള്ള ഒരു കൈബൻ ചെയ്ത ലുക്കും നമ്മുടെ ഹാൻഡിൽ ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഇവിടെ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ളൊരു ഡിഷ് റാക്ക് കൊടുത്തിട്ടുണ്ട്.
മുകളിലൊരു പ്ലേറ്റ് വെക്കേണ്ടത്, താഴെ ഒരു ഗ്ലാസ് ട്രേ വാട്ടർ കളക്ഷൻ കൂടി ഉള്ളതാണ് ചെയ്തിട്ടുള്ളത്. പിന്നെയാണ് നമ്മളെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റോറേജ് സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിലേക്ക് വരുന്ന സമയത്തേക്ക് ശരിക്കും ഇങ്ങനെ അകത്ത് കയറിയിട്ട് സംഭവം എടുക്കാനും നമുക്ക് ഇതിലേക്ക് വെക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് സെറ്റാക്കിയിട്ടുള്ളത്. ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മളൊരു എന്താ പറയുക, ഒരു വർക്ക് ചെയ്ത ഒരു ഫീൽ ഇല്ലാത്ത രീതിയിലാക്കിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ സ്ക്വയർ ഫീറ്റ് നോക്കുന്നതാണെങ്കിൽ ആ ഒരു നീളം വരുന്ന ഏകദേശം 6 അടിയും ഇത് ഏകദേശം ഒരു 4 വരുന്നുണ്ട്. 6 4 24 സ്ക്വയർ ഫീറ്റ് നമുക്ക് വരുന്നുണ്ട്. ഇവിടെ ഒരു കട്ടിംഗ് ഒക്കെ പോകും, കോണൊക്കെ വരുന്നുണ്ടെങ്കിൽ ഏകദേശം അത്രയും സ്റ്റോറേജ് ഇതിൽ കാര്യമായിട്ട് കൊള്ളുന്ന രീതിയിലാണ് സെറ്റാക്കിയുള്ളത്. അപ്പോൾ വീട്ടിലേക്ക് കൊണ്ട് ഹൈഡാക്കി വെക്കേണ്ട ഒരുവിധ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൽ വെക്കാണ്ട് വരും. ഇതിലും പുഷ് ഓപ്പൺ ലോക്ക് തന്നെ വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഞാൻ പറഞ്ഞ റിച്ചസ്റ്റ് ഈ വർക്ക് ഏരിയയിൽ കാണിക്കാനുള്ളത്. റിച്ചസ്റ്റ് വർക്ക് ഏരിയ എന്ന് പറയുന്നത് കൊണ്ട് പണക്കാരത് എന്ന് തെറ്റിദ്ധരിക്കരുത് ദയവേത്. വർക്ക് ഏരിയയിൽ ഒരു റിച്ചസ്റ്റാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. കാരണം ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഒന്ന് അയച്ചു കൊടുക്കാനും മറക്കരുത്. വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്ന പുതിയ വിഷയം വേണ്ടി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.